നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ദം ബിരിയാണി കേട്ടോ. ചിക്കൻ്റെ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതിന് വേണ്ടത് 5 വെല്ലുള്ളി, 4 തക്കാളി, 10 പച്ചമുളക്, 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് അതും, പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിൽ 5 പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിക്കും 2 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 1 പിടി മല്ലിച്ചപ്പും 1 പിടി പുതിനയാണ് കേട്ടോ. ബിരിയാണീൻ്റെ പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പാത്രം. അതിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് 10 ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കണില്ല, ഒരു 9.25 വെള്ളം എടുത്തു. അതിക്ക് ഒരു 3 പീസ് പട്ട, പിന്നെ 3 കറാമ്പൂ ഏലക്കായും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും, ഉപ്പും 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് അതിക്ക് ചതച്ചതില്ലേ പെരിഞ്ജീരകവും ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിട്ട് നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി റോസ്റ്റായി വന്നപ്പോൾ ബാക്കി വരുന്ന 4 ഉള്ളില്ലേ അത് വെട്ടിയത് ഞാൻ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിക്ക് അരിയിട്ടിട്ട് അതവിടെ ഇളക്കി അതവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി ഇതാ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിക്ക് തക്കാളി 4 എണ്ണം, തക്കാളി കൂടുതലിരിക്കരുത്, ടേസ്റ്റ് മാറിപ്പോട്ടോ, ടേസ്റ്റ് വിജാതിയാവേ. അപ്പോൾ അതിലേക്ക് 4 എണ്ണം ഞാൻ വെട്ടിയിട്ട് അതും അടച്ചു വെച്ചിട്ടുണ്ട്, ഉപ്പ് പാകത്തിനിട്ടിട്ട് കേട്ടോ. റൈസ് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽ ലേശം 1 ടീസ്പൂണോളം സുറുക്ക് ഒഴിച്ചിട്ട് അത് മൂടി, ഇനി അത് തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് മൂടി സിമ്മിലാക്കി വെക്കുക. ഇനി അത് വെള്ളം വറ്റുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ മതിയേ. അപ്പോൾ ഇതാപ്പഴത്തിനും തക്കാളിയും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തക്കാളിയും പാകമായി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ചിക്കൻ ഇടാണ്. ചിക്കൻ വേവിച്ചിട്ടില്ല, പൊരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇടാണ്. എന്നിട്ട് അത് ഒന്ന് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം അതിലൊന്ന് ആവി വരുമ്പോൾ 1 സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അതൊരു 3/4 വേവാവണം വരെ, ഒരു 75% ആവണം വരെ അതങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, പിന്നെ അടച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുക. ചിക്കന് ഒരു 80% വേവാവണം വരെ കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോഴുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ബിരിയാണി വെക്കുമ്പോൾ ഒരുപാട് ഉള്ളി ഉപയോഗിക്കരുത്, ഒരുപാട് തക്കാളി ഉപയോഗിക്കരുത് കേട്ടോ. ഒരു ഗ്ലാസ്സിന് ഒരു മീഡിയം സൈസ് ഉള്ളി എന്നുള്ള ലെവലിനാണ് ബിരിയാണിക്ക് എടുക്കേണ്ടത് കേട്ടോ. അതായത് ഞാൻ 5 ഗ്ലാസ് അരി എടുത്തിരിക്കണത്, അതൊക്കെ 5 മീഡിയം സൈസ് ഉള്ളി കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗിക്കരുത്. ഉള്ളി എടുക്കണതിൻ്റെ 3/4 ഭാഗം, ഞാൻ 5 ഉള്ളി എടുത്തിരിക്കണത്, ഒരു 4 തക്കാളിയാണ് ഞാൻ മീഡിയം സൈസിലുള്ളത് എടുത്തിരിക്കണത് കേട്ടോ. അപ്പോഴത്തേൻ്റെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് പൊരിച്ചതിന് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ട് ആ ബാക്കിയുള്ള ഉള്ളി അതും, പിന്നെ മല്ലിച്ചപ്പ് പുതിന അതൊരു പിടി, പിന്നെ ഗരം മസാല 1 ടീസ്പൂണോളം അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണേ. അപ്പോഴത്തേന് ഇപ്പുറത്ത് ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് വേവിച്ച് ചിക്കൻ ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ തൈര് ഒരു 3/4 ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത് കേട്ടോ, ഒരുപാട് മിക്സ് ചെയ്യരുത്. അതിൻ്റെ മേലേക്ക് നേരെ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ദമ്മുക്ക് കിടക്കുകയാണ് കേട്ടോ. നന്നായി ലെവൽ ചെയ്തിട്ട് അതൊക്കെ പൊരിച്ചതിന് 2 ടീസ്പൂൺ ഉള്ളി മാറ്റി വെച്ചില്ലേ അതും, പിന്നെ മല്ലിച്ചപ്പും പുതിന ഉണ്ടായിരുന്നു, 2 പിടിയല്ലേ എടുക്കാൻ പറഞ്ഞത്, അതൊരു പിടി നമ്മൾ മസാലയിലിട്ടു, 1 പിടി നമ്മൾ ഇതിൻ്റെ മേലെ ദമ്മിൻ്റെ മേലെ ഇടാം കേട്ടോ. പിന്നെ പുതിന എടുക്കുമ്പോൾ തണ്ട് ഉപയോഗിക്കരുത്, ഇല മാത്രം എടുക്കുക കേട്ടോ. മല്ലിച്ചപ്പ് പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് എടുക്കുക, അതിൻ്റെ തണ്ട് എടുക്കുക. പുതിനയുടെ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് 1 ടീസ്പൂണ് തൈര് ലേശം ഇതാക്കിയിട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡറില്ലേ അതും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ടീസ്പൂണിന് RKG ഉണ്ടാവില്ലേ, RKG നെയ്യ് അതും അതിൽ ഇട്ടിട്ട്
സിമ്മാക്കി നന്നായിട്ട് അടച്ചു വെക്കുക കേട്ടോ. 15 മിനിറ്റ് വരെ അങ്ങനെ ഇരുന്ന് വേവിക്കുക, ദമ്മായിക്കോട്ടെ കേട്ടോ. ഒരു ബാക്കിയുള്ളൊരു 20% ഇല്ലേ, അത് ഈ ദമ്മിലാണ് ചിക്കൻ വേവണത് കേട്ടോ. അതും കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി, ഈസിയാണ്. ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടിയോ കുരുമുളകോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചാൽ വേറെ ഫ്ലേവർ വരും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്.